കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ. ആദ്യത്തെയാണ് ഇരവികുളം ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. 1978 ഇരവികുളം ദേശീയോദ്യാനം നിലവിൽ വന്നത്. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. വരയാടുകളുടെ സംരക്ഷണം പ്രധാന ലക്ഷ്യമാക്കി നിലവിൽ വന്ന ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനം. അടുത്ത ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. 1984 സൈലന്റ് വാലി ദേശീയോദ്യാനം നിലവിൽ വന്നു. പാലക്കാട് ജില്ലയിലെ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. ഇത് PSCക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണെന്ന്. അത് പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. സൈരദ്രി വനം എന്ന പേരിലും അറിയപ്പെടുന്നു. സിംഹവാലൻ കുരങ്ങ്, മലമുഴക്കി വേഴാമ്പൽ തുടങ്ങിയവ ഇവിടെ കാണപ്പെടുന്നുണ്ട്. 1985 അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി സൈലന്റ് വാലി ദേശീയോദ്യാനം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. അടുത്തതാണ് മതികെട്ടാൻ ചോല. 2003 ഇത് നിലവിൽ വന്നത്. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ചോലക്കാടുകളുടെ സംരക്ഷണാർത്ഥം നിലവിൽ വന്നതാണ്. അടുത്തതാണ് ആനമുടിച്ചോല. 2003 ഇത് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. ഇടുക്കി ജില്ലയിലാണ് ഈ ആനമുടിച്ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അടുത്താണ് പാമ്പാടുംചോല ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടുംചോല ദേശീയോദ്യാനം. 2003 ഇതിനെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. ഇടുക്കി ജില്ലയിലെ മറയൂർ വില്ലേജിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.